മുല്ലപ്പെരിയാർ കേസിൽ ഇടപെട്ട സുപ്രീം കോടതി ഒരാഴ്ചക്കകം യോഗം വിളിക്കാൻ മേൽനോട്ട സമിതിക്ക് കോടതി നിർദ്ദേശം നൽകി. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും യോഗം വിളിച്ച് ഇരുഭാഗത്തിനും സ്വീകാര്യമാകുന്ന നഷ്ടപരിഹാരം കണ്ടെത്താൻ കോടതി നിർദ്ദേശം നൽകി. മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണം, തർക്കമുണ്ടെങ്കിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. ഡാമുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. വിഷയങ്ങളിൽ ഉണ്ടായ തീരുമാനം 4 ആഴ്ചക്കുള്ളിൽ മേൽനോട്ട സമിതി കോടതിയെ അറിയിക്കണം. മുല്ലപ്പെരിയാർ തർക്കം കോടതിയിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ട വിഷയമാണോ എന്നും കോടതി ആരാഞ്ഞു. മേൽനോട്ട സമിതിക്ക് വിഷയങ്ങൾ പരിഹരിക്കാമല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കേരളം തകരുമെന്ന് പ്രചാരണമാണെന്നും കോടതി പറഞ്ഞു. കേരളം വിഷയം നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് തമിഴ്നാട് ആരോപിച്ചു. പഴയ ഡാം പൊളിച്ച് പുതിയത് പണിയാനായി കേരളത്തിന്റെ ശ്രമമെന്ന് തമിഴ്നാട് അറിയിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചോദിച്ചു. ഡാമിന്റെ സുരക്ഷ അപകടത്തിലാണെന്നതടക്കം ഒരു കൂട്ടം ഹർജികളാണ് കോടതി പരിഗണിച്ചത്.